ഇത്രയും വൃത്തിയായിട്ട് ഒരു പടം ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. അതും ഇന്റർനാഷണൽ ദുരന്തം. ജോക്കറിന്റെ കാര്യമാണ് പറയുന്നത്. അതായത് ഇത്രയും ഫാൻ ബേസ് ഉള്ളൊരു ക്യാരക്ടർ, ഒരു ആന്റി ഹീറോ ക്യാരക്ടർ, ആ ക്യാരക്ടറിനെ വെച്ചൊരു സിനിമയും പിന്നെ മേക്കേഴ്സിന് അത്യാവശ്യം ബോധമുണ്ടെന്ന് ചിന്തിച്ച് നോക്കാൽ എന്താണ് ഓഡിയൻസിന് വേണ്ടത്, അല്ലെ എന്താണ് അവർ അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന്. ഇതെന്താ ഇവർ കാണിച്ചു വെച്ചിരിക്കുന്നത്? ആ ക്യാരക്ടറിനെ വെച്ചിട്ട് ഇത്രയും വൃത്തികെട്ട്, എത്രത്തോളം ഒരു വൃത്തിയായിട്ട് പടം എടുക്കുക, അമ്മാതിരി ഒരു പടം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ജോണർ എന്ന് പറയുന്നത് സസ്പെൻസ്, മ്യൂസിക്കൽ സസ്പെൻസുള്ള അങ്ങനെ അങ്ങോട്ടൊക്കെ പറയുന്നത്. എന്ത് സസ്പെൻസ്? ഒരു സസ്പെൻസും ഇല്ല, വെറുതെ ചുമ്മാ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന പടം. അയ്യോ, എന്തായാലും ഹീറ്റ് ലെഡ്ജറിന്റെ ജോക്കർ എന്ന് പറഞ്ഞ ഗോട്ടാണ്, അതിനെ വെല്ലാൻ വേണ്ടിയിട്ട് വേറെ ആർക്കും പറ്റത്തില്ല. എന്നിരുന്നാൽ കൂടി ഫീനിക്സിന്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ അകത്ത് ജോക്കർ കുഴപ്പമില്ലായിരുന്നു, പിന്നെ സ്ക്രിപ്റ്റും ഡീസൻ്റ് ആയിരുന്നു. ഇതിൻ്റെ അകത്ത് എന്ത് സ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് ഇവർ തുടങ്ങുന്നത്? ചുമ്മാ എന്നാൽ നമുക്ക് പടം തുടങ്ങാമെന്നാണ് തുടങ്ങിയതുപോലെയാണ് എനിക്ക് തോന്നിയിരുന്നത്. വാർണർ ബ്രോസിനൊക്കെ എന്ത് പറ്റിയാവും? അങ്ങനെ മൊത്തത്തിലൊരു ദുരന്തം പടം. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ കയറിയ സ്ക്രീനിൻ്റെ അകത്തുണ്ടായിരുന്ന ആർക്കും ഇഷ്ടപ്പെട്ടില്ല ഈ പടം. അപ്പം ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല കാണാൻ വേണ്ടി. നിങ്ങൾക്ക് അത്രയ്ക്ക് ധൈര്യമാണെങ്കിൽ പോയി കണ്ടു നോക്കാം.